അന്ന് ഞങ്ങളുടെ ട്രൂപ്പിലുണ്ടായിരുന്ന 10-32 പേര്, ഇത്രയും പേരെ അതിലൊരു 2-3 പേര് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. ബാക്കി എല്ലാവരും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ ഒരു കൂട്ടായ്മയും അമ്പിളിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നായിരുന്നു സത്യത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ ഈ വളരെ പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ടും പലരും പല ദിക്കിലായി പോയത് കൊണ്ടും ഒരുപാട് ഈ പറഞ്ഞ പോലെ ഓണം ഒക്കെ അല്ലേ, അപ്പം തിരക്കൊക്കെ ആയിട്ട് പലർക്കും വരാൻ എത്തിയിട്ടില്ല. പക്ഷേ അവരുടെയൊക്കെ മനസ്സ് ഇവിടെയുണ്ട്. അതെല്ലാം അമ്പിളിയുടെ സമക്ഷത്ത് സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റി കാര്യം പറയുകയാണ്. അതെ, അന്ന് ഹസൻ സാറും എല്ലാവരും കൂടെ ഉള്ള ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പം ഞങ്ങൾ രവി ലേറ്റായിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കാണത്തില്ല എങ്കിലും. അപ്പോൾ അത് ഏതായാലും എന്നാലും ഞങ്ങളൊക്കെ അതിൻ്റെ പ്രതിനിധികളായിട്ട്, റെപ്രസെൻറ്റേഷനായിട്ട് ഒരു പരിച്ഛേദം എന്ന് പറയുന്നത് പോലെയാണ് ഞങ്ങളെല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ വേണു ഇത്രയും സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ശോഭ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. ശോഭ സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ കൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ. മോള് പറയുന്നതിന്റെ കൂടെയാ പറഞ്ഞോണ്ടിരുന്നത്. അമ്മയ്ക്ക് പണ്ടേ ഇങ്ങനെ കുറച്ച് ഒരു ക്രൗഡൊക്കെ കണ്ടാൽ ഒരു സഭാകമ്പം ഉണ്ടെന്ന്, പിന്നെ ഇപ്പം ഒത്തിരി മാറി അല്ലേ? നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, നിങ്ങളുടെ കുടുംബ കാര്യങ്ങള് കൂടെ ഈ ഓണക്കാലത്ത് ഷെയർ ചെയ്യാൻ വേണം. എന്തായാലും ശോഭ പറയണതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, ഞാനും എൻ്റെ ശ്രീമതിയും പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും ശോഭയും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നിങ്ങളൊരു ഈ ജീവിതത്തിൽ സമർപ്പിച്ച ഈ ഞങ്ങളുടെ ഏറ്റവും എല്ലാവരുടെയും സ്വർണ്ണമായ ഈ മനുഷ്യനെ ശുശ്രൂഷിച്ച് ഇത്രയും ത്യാഗം സഹിച്ച്, ഷീസ് എ വെരി ബിഗ് പിന്നെ ഡയബറ്റിക് അല്ല ബ്ലഡ് പ്രഷർ പേഷ്യൻ്റ്, നല്ല BP ഉണ്ട്. അന്ന് അവിടെ വന്നപ്പോൾ എൻ്റെ ടെസ്റ്റിനൊക്കെ പോയിരിക്കുകയായിരുന്നു ശോഭ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഇത്രയും പോപ്പുലറായ ഒരു സിനിമാ നടൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ അവർക്ക് അനുഭവിക്കാൻ കിട്ടുന്ന ഒരുപാട് ദുഃഖ സന്ദർഭങ്ങളുണ്ടായിരിക്കാം. ഇല്ല, ഒരുപാട് പേര് ഒരുപക്ഷെ മമ്മൂട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ മമ്മൂട്ടിക്കറിയാം, മനസ്സിലല്ലേ വീട്ടിൽ എന്താണ് ടെൻഷനെന്ന്. അതുപോലെ ഇത്രയും എല്ലാവരും അസൂയയോടെ നോക്കുന്ന ഒരു നടൻ്റെ വീട്ടിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ടാകാം. പക്ഷേ അതൊക്കെ എത്ര ഭംഗിയായിട്ട് ഈ മകള് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പപ്പയെ പറ്റി പറഞ്ഞു, ദൈവാനുഗ്രഹം പൂർണ്ണമായിട്ടുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു കരുത്തിട്ട ആ ഒരു ക്ഷമയുടെ മുൻപിലാണ് ഈ ഇത്രയും നല്ല ഈ അച്ഛൻ ജീവിച്ച് പോകുന്നത്. നിങ്ങൾ എത്രമാത്രം മോനും അതെ വളരെയധികം നിങ്ങൾ സഹായിക്കുന്നുണ്ട്. ഒപ്പം 10,000ങ്ങളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, 10,000 ഈ നാട്ടിലുണ്ട്. അല്ല, ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ, ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഒരു പരിചയത്തിൽ വളരെ സാധാരണമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, ചില അമ്മമാരൊക്കെ വന്നിട്ട് പറയും, എങ്ങനെയുണ്ട് ജഗതി സാറിന് എങ്ങനെയുണ്ട്? അമ്മ കുഴപ്പമില്ല, ഞങ്ങൾ ദിവസവും വഴിപാട് നടത്തുന്നുണ്ട്, ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. യാതൊരു നേരിട്ട് പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന. നമ്മളെന്തെങ്കിലും ഒരു അർച്ചനയ്ക്ക് വേണ്ടി നമ്മൾ പോയാലും എവിടെ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഇഷ്ടംപോലെ ബുക്ക്ഡാണ്. അർച്ചനയും നേർച്ചയും വ്രതവും. ഒരു പരിചയമില്ലാത്തവർ പോലും, ഒരു തവണ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത പോലെ അവർ പോലും അങ്ങ് പ്രാർത്ഥിക്കുന്നതാകുമ്പോഴാണ് നമുക്ക് അവരുടെയൊക്കെ പ്രാർത്ഥന നിസ്വാർത്ഥമായ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഒരു അത്രയ്ക്ക് ഇന്നസെൻ്റ്. കാരണം പരിചയമുള്ളവരെ കാരണം പരിചയമില്ല. അപ്പം ഞങ്ങൾ പപ്പയുടെ ഈ ആക്സിഡൻറ്റിന് ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ജഗദീഷ് ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞങ്ങൾ അങ്ങനെ ഒരു നടനായിട്ട് ഞങ്ങൾ കൂടുതൽ കാണുന്നതിൽ ആസ് എ ഫാദർ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് ഇത്രമാത്രം ആരാധകരുണ്ടോ, കാരണം ഇത്രമാത്രം ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ടോ എന്ന് ഹോസ്പിറ്റൽ ആക്സിഡൻറ്റ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം അതുകൊണ്ട് മാത്രം നമുക്കൊരു കാര്യത്തിനും ബുദ്ധിമുട്ട് വന്നില്ലെന്നുള്ള, ബ്ലഡിനാണെങ്കിലും ബ്ലഡ് കാര്യങ്ങൾക്കാണെങ്കിൽ എല്ലാത്തിനും ജനങ്ങൾ അവിടെ ആ ഒരു പ്രാർത്ഥനയുടെ ഇതുകൊണ്ടായിരിക്കും നമുക്ക് ഇതുവരെ ദൈവം ഒരു ബുദ്ധിമുട്ടിൽ നമ്മളെ ഒരു പ്രതിസന്ധി കൊണ്ട് എത്തിച്ചിട്ടില്ല. അവിടെ നിന്നൊക്കെ ഞങ്ങളെ, കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ വലുപ്പമായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ ആംബുലൻസ് കറക്റ്റ് സമയത്ത് വരാനും. തിരുവമ്പാടി തമ്പാൻ എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ അവിടെ നിന്നാണ് ഞാനും അമ്പിളിയും രണ്ടായിട്ട് പിരിയുന്നത്. തിരുവമ്പാടി തമ്പാൻ അവിടെ ചാലക്കുടി ഷൂട്ടിങ്ങായിരുന്നു രാത്രി. അപ്പം എനിക്ക് തിരുവനന്തപുരത്തേക്കും പോകണം, ഇദ്ദേഹത്തിന് മൈസൂർക്കും പോകണം. ഡബിങ് സെക്കൻഡ് ഹാഫ് പപ്പയല്ല ചെയ്തിരിക്കുന്നത്. പപ്പയ്ക്ക് ആക്സിഡന്റ് അപ്പോഴത്തേക്ക് കഴിഞ്ഞു. അപ്പോൾ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ ആക്സിഡൻറ്റ്. അപ്പോൾ തലേദിവസം രാത്രി ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ ഒരു റൂമിലിരുന്ന് ഇതുവരെ ഓപ്പൺ ചെയ്യാത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു.
അന്ന് രാത്രി ഒരുപാട് നേരം സംസാരിച്ചു. അപ്പം എന്നോട് പറഞ്ഞു എപ്പോഴാണ് പോകുന്നത്, ആശാൻ എപ്പോഴാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ രാത്രി പോരുത് വെളുപ്പിനെ വിട്ടാൽ മതി. ഞാൻ അമ്പിളി എപ്പോഴാണ് പോകുന്നത്? എനിക്ക് രാത്രി പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എന്തിനാണ് രാത്രി പോകുന്നത്? അല്ല അവിടെ എന്താണെന്ന് വെച്ചാൽ അവർ 2 ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ലെനിൻ രാജേന്ദ്രൻ്റെ സെറ്റിൽ. അവിടെ പോയി എനിക്ക് തന്നെയല്ല അവിടെ ചെന്നാൽ ഒരു സമാധാനം ഉണ്ടാവും. നമ്മൾ ഈ മറ്റേ സാധാരണ സിനിമ പോലെ വലിയ ഓട്ടവും തിക്കും റെഡി ഈ പരിപാടിയൊന്നും ഉണ്ടാവില്ല. കുറച്ച് വിശ്രാന്തി ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് പോകാൻ സന്തോഷമുണ്ട്. എനിക്ക് രാത്രി പോയേ പറ്റും. അപ്പോൾ ഡ്രൈവറോട് ഞാൻ ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അന്ന് രാത്രി പിരിയുന്നത്. അതിന് കുറച്ച് ദിവസം തിരുവമ്പാടി തമ്പാൻ വളരെ ഒരു ടച്ചിങ് ആയ സംഭവം ഉണ്ടായി. എന്നെ ശ്യാമപ്രസാദിൻ്റെ ഒരു സിനിമയിലോട്ട് വിളിച്ചു. അപ്പോൾ ലാസ്റ്റ് മറ്റന്നാൾ തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത്ര ലാസ്റ്റ് മിനിറ്റ് വിളിക്കുമ്പോൾ വേറെ ആർക്കെങ്കിലും വെച്ചിരുന്ന റോളാണോ? ഇല്ല വേറെ ആർക്കും ചേട്ടന് വേണ്ടി എഴുതിയ റോളാണെന്ന്. അങ്ങനെ ഞാൻ ഓൾറെഡി അവർ കോസ്റ്റ്യൂമർ വിളിച്ച് ഡ്രസ്സൊക്കെ പറഞ്ഞു. ആ സമയത്ത് ശ്രീ എന്നെ വിളിക്കുന്നു, നിന്നെ ശ്യാമിൻ്റെ സിനിമയിലോട്ട് വിളിച്ചിട്ടുണ്ടോ? നമ്മളുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഫോറിനിലായിരിക്കുന്നു പറഞ്ഞാൽ അതില്ല, 3-4 ദിവസം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് രവി വെള്ളത്തോളാണ് ചെയ്യാൻ പോകണമെന്ന് അയാൾ പറയുകയും ചെയ്തു. പക്ഷേ സാറുള്ളതുകൊണ്ട് സാറ് ചെയ്താൽ മതി. അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം കേൾക്കണം, എനിക്ക് 1 കോടി രൂപ തന്നാലും ഈ റോള് ഞാൻ ചെയ്യില്ല, നീ തന്നെ ചെയ്യണം. കാരണം ഞാൻ ഈ രംഗത്ത് വന്നിട്ട് എനിക്ക് ഒരുപാട് അവസരങ്ങളൊന്നും നിനക്ക് വേണ്ടി തരാൻ, കാരണം എൻ്റെ ട്രാക്കേ വേറെയാണ്, മനസ്സിലായി? നീ സീരിയസ് റോൾ എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു അയ്യോ അത് വേണ്ട, അവർക്ക് ഇഷ്ടം ശ്രീ ചെയ്യണമായിരിക്കും, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീയെ വിളിച്ചു, ശ്രീ പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിചാരിക്കണം ഞാൻ പറഞ്ഞു പോകരുതെന്ന് വിചാരിച്ചു. എനിക്ക് വലിയ പ്രയാസമായി. ഞാൻ കുറേ പറഞ്ഞു, ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അറിയാത്തത് കൊണ്ടാണ്, മനസ്സിലായി? ഇതല്ല ഇതിൻ്റെ അപ്പുറം വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാന്ന് വയ്ക്കുന്നത്. അവനും ചെയ്തില്ല, ഞാനും ചെയ്തില്ല, അത് ഇന്നച്ചനാണ് ചെയ്തത്. അത് ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. കാരണം ഒരു പരാതി പോകേണ്ടത് പ്രസിഡൻ്റായ ഇന്നച്ചൻ്റെ അടുത്താണ്. അപ്പോൾ അദ്ദേഹത്തിനെ തന്നെ ആക്കി, ഒരു പരാതിയും ഇല്ല. എനിവേ അത് വലിയ വിഷമമായി ശ്രീക്ക്. അന്ന് എവിടെ പോയി വന്നിട്ട് പിന്നെ ഒരാഴ്ച നീ ചെയ്തില്ലേ? ഇല്ല. അയ്യോ സാരമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദിവസങ്ങളോളം ഓണം 2-3 ഓണം നിങ്ങൾ പറയുമ്പോഴാണ് പലതും നിങ്ങളുടെ സമയത്തെ ആ കോളേജിൽ ഇതിപ്പോൾ ഞങ്ങൾക്ക് കേട്ടിട്ട് ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഉള്ള അവരുടെക്കാട്ടും മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നുള്ളത്. മൊമെന്ററി റിലേഷൻഷിപ്സ് ആണ് ഇപ്പോൾ അധികമുള്ളത്. താൽക്കാലികമായ നമ്മുടെ ഇപ്പോഴത്തെ സിനിമ പോലെ തന്നെയാണ്, കണ്ട് ഇറങ്ങി അത് മറന്നു. പക്ഷെ ഇപ്പോഴും ചങ്ങാതി കൂട്ടത്തിന് നിങ്ങൾ ഇത്രയും വർഷത്തിന് ശേഷം വന്ന് നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പോലും അയ്യോ എന്തൊരു മാത്രമാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻ നമുക്കൊരു ഫേസ്ബുക്കും വേണ്ട ഒന്നും, അന്ന് നിങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാതെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതാണ് എക്സാക്ട്ലി അത് ഭയങ്കര സംഭവം. കേൾക്കുകയും വേണ്ട സംസാരിക്കുകയും വേണ്ട അല്ലേ? ഒന്നും ഓർമ്മയും വയ്ക്കില്ല. മാറി വാനിയസ് കോളേജിൽ ചേരാൻ ഞങ്ങൾക്ക് 2 പേർക്കും 10ാം ക്ലാസ് മാർക്ക് കുറവായിരുന്നു. അപ്പം മാറി വാനിയസിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് വന്നു, ഇൻ്റർവ്യൂ കാർഡ് വന്നു. അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് പാരൻസിനെ കൊണ്ടുവരണം. 2 പേരും അച്ഛന്മാർ 2 പേരും ഇല്ല. ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്ത പിള്ളേരോടെ ഞങ്ങൾ വരത്തില്ലെന്നു. ഞാനും മുൻസിനും കൂടെ ഇറങ്ങി 4-5 ഇറങ്ങി 1.5 മൈലോളം മുകളിലോട്ട് നടന്ന് കയറി ചെന്നപ്പോൾ സ്റ്റുവേർട്ട് സാറെന്ന് പറഞ്ഞൊരു നല്ല സാറാണ് അവിടെ നിൽക്കുന്നത്. സാറ് വെച്ചു ഗാഡിയും വന്നില്ല. മനസ്സിലായി. അതുകൊണ്ട് പണിക്കരച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പേരെടുത്ത ടെററാണ്. അപ്പോൾ നോക്കണേയില്ല കുറേ നേരം. സാർ കുട്ടികൾ മറ്റേ ടീൻ സാറിൻ്റെയും ജഗതി സാറിൻ്റെയും മക്കളും അവരെ വലിയ കോൺഫറൻസ് നടക്കും ആൾ ഇന്ത്യ റേഡിയോയിൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിരിക്കട്ടെ. ഇവിടെ കിടന്ന് വല്ല കീജെ വിളിയോ വല്ല പോക്കൃത്തരെ കാണിച്ച അന്ന് ഇവർ 2നെയും ഞാൻ ഇവിടെ വരുത്തുന്നു. അപ്പോൾ ഒരിക്കലും ഇല്ല സാർ, കണ്ടാലേ അറിയാം അലവലാതി ലക്ഷണമാണ് ഞങ്ങൾക്ക്. അപ്പോൾ സ്റ്റുവേർട്ട് സാർ പറഞ്ഞു വലിയ നടന്മാരാണ്, നല്ല നാടകങ്ങൾ, ഒരുപാട് സ്കൂൾ മോഡൽ സ്കൂളിൽ തന്നെ ഒരുപാട് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എടുത്തു. ആ 3 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ പിരിയുമ്പം ആ അച്ഛൻ ഞങ്ങളുടെ 2 തോളിലും കൈയിട്ട് എത്ര അവാർഡ്സാണ് കോളേജിന് കൊടുത്തിട്ടുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് റോളിംഗ് ട്രോഫീസ് തോളിൽ കൈയിട്ട് താഴെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു
പിള്ളേരെ നിങ്ങൾക്ക് MA ചേർന്നൂടെ? ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ മെഡിസിന് പോകാനാണ് താല്പര്യം. അല്ലേ BSc ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഞാൻ എന്നെക്കാളും പകുതി മാർക്കുള്ള ഒരു ആൾക്കാർ അന്ന് അവിടെ കിട്ടി. അവർക്കൊക്കെ വേറെ വകുപ്പുകളുണ്ട് അന്ന്. അതെ അതെ, അന്ന് അവിടെ കിട്ടുള്ളൂ, അവിടെ മാത്രമേ കുറച്ച് മാർക്കുള്ള ആൾ. അപ്പം അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ്. പലപ്പോഴും TNJയൊക്കെ ചോദിക്കും റിഹേഴ്സൽ വേണോ, ഉടനെ മേശ വലിച്ച് നടുക്കോട്ടിട്ടിട്ട് 2 കീ ജയ വിളിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഇറങ്ങി പോകും. ഞങ്ങളാണെങ്കിൽ അവിടുന്ന് നാടകം കഴിഞ്ഞ് ഊണ് കഴിക്കാറാകുമ്പോഴത്തേനും നാടകം റിഹേഴ്സൽ തരും. അപ്പോൾ അതും കൊണ്ട് പട്ടത്ത് ഒരു വലിയ മരം ഉണ്ടാകുന്ന നടുക്ക് ആ ജംഗ്ഷൻ്റെ, അതിൻ്റെ മൂട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ചോറുണ്ട്. ഇങ്ങനെ സിനിമയ്ക്ക് പോക്കും എല്ലാം അങ്ങനെ മറക്കാൻ പറ്റും. കാരണം കൃഷ്ണനും കുചേലനും പറയുന്ന കേട്ടിട്ടുണ്ട്, അതുപോലെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ജീവിതമാണ്. അല്ലേ ശ്രീ? അല്ലേ? നമുക്കിനി ഒരു ടൂറും കൂടെ പോണ്ടേ ഇതുപോലെ, അല്ലേ? നമുക്കൊന്നുകൂടെ പഴയ എല്ലാരും കൂടെ ഒരു ടൂർ പോണ്ടേ എവിടെയെങ്കിലും? ശരിയാ, സമ്മതിച്ചല്ലോ. പഴയ ആൾക്കാരെല്ലാം സംഘടിപ്പിക്കുക. നമ്മുടെ വോയിസിലെ അതെ, നമ്മുടെ പഴയ ആൾക്കാരെയൊക്കെ സംഘടിച്ച് ശോഭ കോശിയെ അതെ എല്ലാവരെയും സംഘടിപ്പിച്ചിട്ട് ഒരു ടൂർ. അതെ, ദൂരെയൊന്നും വേണ്ട, നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് ഒരു 2 ദിവസം. സംസാരിക്കണം. അതെ അതെ ശ്രീ സംസാരിക്കും. പിന്നെ ഇനിയിപ്പോ സംസാരിക്കും. അടുത്ത ഓണത്തിന് ഈ ശബ്ദം എവിടെയോ ഒളിഞ്ഞിരിക്കുക. അല്ല, ശബ്ദം വരാകില്ല. പാട്ട് പാടുമ്പോ അല്ല, നല്ല ഇതിലും വോയിസ് ഉണ്ട്. മാണിക്യ വീണയൊക്കെ നമ്മൾ കൂടെ പാടുകയാണെങ്കിൽ അതുപോലെ വേർഡ്സ് പാടും. കാരണം പാട്ട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നേ. കൂടെ ശബ്ദത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പം പേപ്പറും പേന എടുത്തു കൊടുത്തു. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് എഴുതി. ഇച്ചിരൂടെ പാടുമായിരുന്നു. ഇന്നിപ്പോ മൂഡ് ഔട്ട്. അതെ, ഇന്നിപ്പോ എനിക്ക് എല്ലാരെയും കൂടെ കണ്ട് എല്ലാവരുടെയും പേര് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇതില് ആരുടെങ്കിലും ഒരാളുടെ പേര് ആദ്യ അക്ഷരം പറഞ്ഞാലും മതി. പേരെന്താ? പേരെന്താ? ആദ്യ അക്ഷരം പറ. ആദ്യത്തെ അക്ഷരം പറയൂ. എന്റെ പറയാൻ എളുപ്പം. പറഞ്ഞോ, ആദ്യത്തെ അക്ഷരം. ആദ്യത്തെ അക്ഷരം അറിയാണ്ട് അതാ. ആദ്യത്തെ അക്ഷരം വാ കൊണ്ട് പറ. എന്തോ എന്റെ പേരിന്റെ ആദ്യത്തെ അറിയാന്ന് എളുപ്പം കാണിച്ചാൽ എന്റെ പേരില്ല. പപ്പ വിചാരിക്കുന്നത് പപ്പ വർത്താനം പറഞ്ഞു തരുമ്പോ അത് ട്വിസ്റ്റ് ചെയ്ത് പോകുന്നതാ. പക്ഷെ അത് കറക്റ്റാ. വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പറയുന്നത്. എപ്പോഴും അങ്ങനെയാണോ വിളിക്കുന്നത്? അല്ലെ, അങ്ങനെ ഒരു വിളിക്കൊരു സ്ലാങ് ഉണ്ട്. സ്ലാങ് ഉണ്ട്. വിളിക്കും. അത് ഞാന് നമ്മുടെ മോന് വെള്ളയമ്പലം താമസിക്കുമ്പോൾ അവിടെ ഡോക്ടറെ കാണാൻ പോകും രാത്രിയിൽ. പുള്ളിക്കറിയാം. അപ്പോൾ രാത്രി ഭയങ്കര പനിയായിട്ട് എൻ്റെ തോളത്ത് കിടക്കുക ഇവൻ. അപ്പം പിന്നെ ഈ ഡോക്ടറുടെ ഭാര്യ തനി തിരുവനന്തപുരത്തുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ രാത്രി 11 മണിക്ക് പോയിട്ട് ഗേറ്റിൽ പോയി തട്ടുകയാണ് ഞാൻ. തട്ടിപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് ഇട്ടു. വീണാണ് ഇങ്ങനെ പൊള്ളുന്ന പനി കുഞ്ഞിന്. ഭാര്യയുണ്ട് കൂടെ. അപ്പം അവർ ചോദിച്ചു, ഞാൻ ചോദിച്ചു ഡോക്ടറില്ലേ? ഉണ്ട്. ആരേ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണോ. ഇത് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞിൻ്റെ പനിയും ഒക്കെ ഞാൻ മറന്നിട്ട് ഞാൻ ചിരിച്ചു. ഡൽഹി വെച്ചിട്ട് ഭക്ഷണം കിട്ടാതെ, ചൂടും എല്ലാം കൂടെ നമ്മൾ ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ കുറച്ച് താമസിച്ചു. എന്ത് കിട്ടിയാലും അതിന് അമ്പിളി ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു വലിയ പാത്രത്തിൽ ഐസിട്ട് പുറത്ത് അതിൻ്റെ ആ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് അതിനകത്ത് ഒരു കരിക്കും കൂടെ ഒഴിച്ചിങ്ങോട്ട് കെട്ടി. അയ്യോ, എല്ലാവരും പറയും അയ്യോ ദുഷ്ടോ ഇങ്ങനെ പറയാതെ. ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ആഹാരം ഇഷ്ടമാണ്. പക്ഷെ നീറ്റായിട്ട് അത്രയും നീറ്റായിട്ട് ആസ്വദിച്ച് അതിപ്പോഴും അതെ. എന്താ വെച്ചാൽ നമ്മൾ ലൊക്കേഷനിൽ
ഈ ആഹാരം കഴിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ എല്ലാവരും ഒന്നിച്ചല്ലേ കഴിക്കുക. ആ സമയത്ത് അമ്പിളി ഒന്നും സംസാരിക്കുന്നില്ല. ആഹാരം കഴിക്കുമ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. മോര്, സാമ്പാർ, ഒരു പപ്പടം, നല്ല ഭക്ഷണം സംസാരിക്കില്ല. എല്ലാവരും മുമ്പ് കഴിക്കും. ആ പ്ലേറ്റ് വൃത്തിയായിട്ട് നമുക്ക് പോയി കഴിയുമ്പോൾ പോകും. അതുപോലെ അപ്പോഴും ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആഹാരം കഴിക്കുമ്പോൾ അതിനോട് മാത്രമാണ് അഭിനയം പോലെ തന്നെയാണ്. ആ സമയത്ത് അത് മാത്രമേ എന്തായാലും വളരെ സന്തോഷം. എന്നോടൊന്ന് പാറുവിൻ്റെ കാര്യം പറയുന്ന പാറുവിന് ഓർമ്മയുണ്ടോ? ഓ, പഠിക്കാൻ ബുദ്ധിയില്ല, ഇതിനെങ്കിലും ഉണ്ടോ? അതെ, ഉഡാൻസിലെങ്കിലും ഒരു നിലയിൽ എത്തുമോ എന്ന് ചോദിക്കും. നമുക്കൊന്ന് ഒരു പാട്ടും കൂടെ അങ്ങ് പാടിക്കാം. പപ്പയുടെ ഒരു ഫേവറേറ്റ് സോങ്. കുറച്ച് എനിക്കൊന്ന് പപ്പ ഞാൻ കൂടുതൽ പാടി പപ്പയ്ക്ക് നല്ല പാടാം. ഒരു പാട്ട് പാടുവോ? മാണിക്യ വീണ. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണ മീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. സൗണ്ട് മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണ മീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. നിൻമുഖം കാണുമ്പോൾ എൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിച്ചിടും, എന്തിനാണീ മൗനം. നിന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിച്ചിടും, എന്തിനാണീ മൗനം. മാണിക്യ വീണയുമായി മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ